വെരി ഗുഡ് മോർണിംഗ് ജിബിൻ. ഇന്നിപ്പോ തെക്കൻ മേഖലയിൽ നിന്ന് പല വാർത്തകളും വരാനുണ്ടല്ലോ. SIRന്റെ അന്തിമ പട്ടിക ഇന്നാണ്. സംസ്ഥാന വ്യാപകമായി നഴ്സുമാരുടെ പണിമുടക്കുണ്ട്, ഡോക്ടർമാരുടെ സമരം തുടരുന്നു, നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ്, അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ തെക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ, അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും അത് സംബന്ധിച്ച് ഈ ഡോക്ടർമാരുടെ KGMയുടെ നേതൃത്വത്തിൽ നടക്കുന്ന OP ബഹിഷ്കരണവുമാണ്. നെടുമങ്ങാട് ആശുപത്രിയിലാണ് ഇത്തരത്തിൽ OP ബഹിഷ്കരണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഈ ആരോപണ വിധേയ, അതായത് പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് ആരോപണ വിധേയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നെടുമങ്ങാട് ആശുപത്രിയിൽ KGMയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ OP ബഹിഷ്കരണം നടക്കുന്നത്. നമുക്കറിയാം, ഈ നെടുമങ്ങാട് ആശുപത്രി എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായ മലയോര മേഖലയിൽ നിന്നുള്ള ജനങ്ങൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഈ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയാണ്. ആ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി നേരിടുന്നത്. കാരണം ഈ OP ഒഴികെയുള്ള മറ്റ് എല്ലാ സേവനങ്ങളും ഡോക്ടർമാർ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നുള്ള ഇന്നത്തെ തുടർ വാർത്തകളും പ്രധാനപ്പെട്ടതാകുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് SIRന്റെ അന്തിമ പട്ടികയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ പട്ടികയാണ് ഇന്ന് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ഏകദേശം 50,000-ലധികം വോട്ടർ മുൻപുണ്ടായിരുന്ന ലിസ്റ്റിൽ നിന്ന് ഏകദേശം 50,000-ലധികം വോട്ടർമാരെ ഇതിൽ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണമെന്ന് പറയുന്നത് ഈ ഹിയറിങ്ങിന് ശേഷം ഈ മരിച്ചുപോയവരെയും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് സ്ഥിരതാമസമാക്കി, വിദേശത്ത് സ്ഥിരതാമസമാക്കി അവിടുത്തെ നേറ്റിവിറ്റി എടുത്തവരെയൊക്കെയാണ് ഇപ്പോൾ ഈ അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ച് ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിൽ നിന്നുള്ള തുടർ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം ഈ പുറത്താക്കിയവരുടെ കാര്യത്തിൽ, അതായത് നേരത്തെ ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരിൽ ചിലരെ കൂടി പുറത്താക്കിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ അതുപോലെ തന്നെ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്തിമ പട്ടിക ഇന്ന് പുറത്തു വന്നതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിൽ ഒരു പ്രതികരണം കൂടി ഉണ്ടാകുക. എന്തായാലും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നം തന്നെയാണ്. കാരണം ഈ നെടുമങ്ങാട് ആശുപത്രിയിൽ ഇപ്പോൾ നടപടിയെടുത്തിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ വിഷയം മാത്രമല്ല, ഈ ഡോക്ടർ തന്നെ ആരോപണ വിധേയമായിട്ടുള്ള മറ്റ് സംഭവങ്ങൾ കൂടി നെടുമങ്ങാട് ആശുപത്രിയിലുണ്ട്. അതിൻ്റെ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. പക്ഷേ ഇതുവരെയും തന്നെ ഈ അന്വേഷണങ്ങളൊന്നും തന്നെ ഒരു റിപ്പോർട്ട് കൈമാറുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആരോപണ വിധേയരായ ഡോക്ടർമാർക്കെതിരെ സസ്പെൻഷൻ എന്ന് പറയുന്ന നടപടി പോയിട്ട് മാത്രമല്ല, അവരെ ഈ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മുൻപ് ആരോപണ വിധേയരായ ഹസ്ന ഫാത്തിമ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.